Dear friends, you are welcome to Historia. Historia പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് സുൽത്താനേറ്റ് പീരീഡ് ആണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ മധ്യകാല ഇന്ത്യയുടെ രണ്ടാം പാർട്ടിൽ സുൽത്താനേറ്റ് പീരീഡ് പഠിച്ചു. അപ്പോൾ അത് സ്ലൈവ് ഡൈനാസ്റ്റി, അടിയോ വംശം അല്ലെങ്കിൽ മാമലൂക്ക് രാജവംശം അല്ലെങ്കിൽ യാമിനി രാജവംശം സ്ഥാപിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം പിന്നീട് ആരംഷ ഭരണം നടത്തുന്നു. ആരംഷയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ഇൽത്തുമിഷ് ഭരണം നടത്തുന്നു. പിന്നീട് റസിയ സുൽത്താന. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ സ്ലൈവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ അടിമ രാജവംശം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. അതിന് തുടർച്ചയാണെന്ന് പറയുന്നത്. അപ്പോൾ അടിമവംശ രാജ്യം സ്ഥാപിച്ചതാരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണെന്ന് പറഞ്ഞു. അതിനുശേഷം ആരംഷ അധികാരത്തിൽ വരുന്നു. പിന്നീട് ഇൽത്തുമിഷ് ഭരണത്തിൽ വരുന്നു. പിന്നീട് ഇൽത്തുമിഷിന്റെ മകളായ റസിയ സുൽത്താന അധികാരത്തിൽ വരുന്നു. അപ്പോൾ ഡൽഹിയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. അതോടൊപ്പം തന്നെ ഡൽഹിയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി, മുസ്ലിം വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് റസിയ സുൽത്താനാണ്. സുൽത്താനയ്ക്ക് ശേഷം റസിയ സുൽത്താനയ്ക്ക് ശേഷം ഒരുപാട് ഭരണാധികാരികൾ വന്നാലും വന്നിരുന്നെങ്കിൽ പോലും അവരെല്ലാം വളരെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഭരണാധികാരികളാണ്. റസിയ സുൽത്താനയ്ക്ക് ശേഷം ഒരുപാട് ഭരണാധികാരികൾ വന്നു, പക്ഷെ അവരെല്ലാം വളരെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഭരണാധികാരികളായിരുന്നു. പക്ഷെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഭരണാധികാരി എന്നുള്ളത് പിന്നീട് വന്നത് ഗിയാസുദ്ദീൻ ബാൽബനായിരുന്നു. ആ ഗിയാസുദ്ദീൻ ബാൽബനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് അടിമ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മോസ്റ്റ് പ്രോമിനന്റ് ഭരണാധികാരിയായിട്ടുള്ള റൂളറായിരുന്ന ഗിയാസുദ്ദീൻ ബാൽബനെ കുറിച്ചാണ് പഠിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഓർക്കുക, അടിമ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഉലൂഗ് ഖാൻ എന്നാണ് വിളിച്ചത്. ഉലൂഗ് ഖാൻ അല്ലെങ്കിൽ ബഹാവുദ്ദീൻ എന്നൊക്കെ അറിയപ്പെടുന്നവർ ഉലൂഗ് ഖാൻ അല്ലെങ്കിൽ ബഹാവുദ്ദീൻ എന്ന പേരിലൊക്കെ അറിയപ്പെട്ട വ്യക്തിയാണ് ആര്? ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്ന വ്യക്തി. അടിമ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയാണ്. അടിമ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയാണ്. റിയൽ നെയിം എന്താ പറയുന്നത്? ഉലൂഗ് ഖാൻ അല്ലെങ്കിൽ ബഹാവുദ്ദീൻ എന്നറിയപ്പെടുന്നു. 1266 മുതൽ 1287 വരെ 1266 മുതൽ 1287 വരെയുള്ള 21 വർഷത്തോളം ഭരിച്ച ഒരു ഭരണാധികാരി കൂടിയാണ് ആര്? ഈ പറഞ്ഞ ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. ബ്ലഡ് ആൻഡ് അയൺ പോളിസി, അയൺ ആൻഡ് ബ്ലഡ് പോളിസി ഫോളോ ചെയ്തിരുന്ന ഒരു ഭരണാധികാരിയാണ്. അയൺ ബ്ലഡ് പോളിസി നമുക്കല്ലോ രക്തത്തിന്റെയും ഇരുമ്പിന്റെയും നമ്മൾ യൂറോപ്പിലൊക്കെ പറയില്ലേ, ബിസ്മാർക്ക്, ഓട്ടോവൻ ബിസ്മാർക്ക് ഒക്കെ അയൺ ആൻഡ് ബ്ലഡ് പോളിസി ഫോളോ ചെയ്ത ഭരണാധികാരിയായിരുന്നു. അതുപോലെ തന്നെ ഓട്ടോവൻ ബിസ്മാർക്ക് എന്ന് പറയുന്നത് ബിസ്മാർക്ക് യൂറോപ്പില്, അവിടെ അദ്ദേഹം ഇതേപോലെ അയൺ ആൻഡ് ബ്ലഡ് പോളിസി ഫോളോ ചെയ്ത ആളായിരുന്നു. ഇരുമ്പിന്റെയും രക്തത്തിന്റെയും നയം. അതേപോലെ തന്നെ ഇവിടെയും സുൽത്താനേറ്റ് ഭരണകൂടത്തിൽ അയൺ ആൻഡ് ബ്ലഡ് പോളിസി ഫോളോ ചെയ്ത ഒരു ഭരണാധികാരി കൂടിയായിരുന്നു എന്ന് ആര്? നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൻ അല്ലെങ്കിൽ ഉലൂഗ് ഖാൻ അല്ലെങ്കിൽ ബഹാവുദ്ദീൻ എന്ന് പറയുന്ന ആള്. ആൻഡ് ഹി ഈസ് നോൺ ആസ് അയൺ മെൻ ഓഫ് സുൽത്താനേറ്റ് പീരീഡ്. നമ്മുടെ സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ അയൺ മെൻ, ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും ആരാണ്? ഈ ഉലൂഗ് ഖാൻ എന്നറിയപ്പെടുന്ന ഗിയാസുദ്ദീൻ ബാൽബനാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ മറക്കാതെ പഠിച്ചു വയ്ക്കുക. ഈ 2-3 കാര്യങ്ങൾ മറക്കാതെ പഠിച്ചു. 1266 മുതൽ 1287 വരെയുള്ള കാലഘട്ടമാണ് ആരുടെ? നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൻ. യഥാർത്ഥ നാമം ഉലൂഗ് ഖാൻ എന്നാണ് അല്ലെങ്കിൽ ബഹാവുദ്ദീൻ എന്നാണ് ഓർത്തിക്കുക. അയൺ ആൻഡ് ബ്ലഡ് പോളിസി ഫോളോ ചെയ്തിരുന്നു. അയൺ മെൻ ഓഫ് സുൽത്താനേറ്റ് പീരീഡ് എന്നറിയപ്പെടുന്നു. സുൽത്താനേറ്റ് രാജവംശത്തിലെ ഈ അടിമ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയും ആരാണ്? നമ്മൾ പറയുന്ന ഉലൂഗ് ഖാൻ അല്ലെങ്കിൽ ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് 3-4 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കും. ഒന്ന്, ചലീസ അല്ലെങ്കിൽ ചഹൽഗാനി സപ്രസർ എന്ന് പറയാം. ചഹൽഗാനി സപ്രസർ. നമുക്കറിയാം ചലീസ അല്ലെങ്കിൽ ചഹൽഗാനി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇൽത്തുമിഷ് രൂപീകരിച്ച എ ഗ്രൂപ്പ് ഓഫ് 40 ലോർഡ്സ്മാൻ ഫോർ അസിസ്റ്റിംഗ് അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ ഈ സുൽത്താനേറ്റ് ഭരണത്തെ സഹായിക്കാൻ വേണ്ടി പ്രഭുക്കന്മാരുടെ 40 പേരടങ്ങുന്ന ഒരു പ്രഭുക്കന്മാരുടെ ഗ്രൂപ്പാണ് ഏത്? 40 പേരടങ്ങുന്ന പ്രഭുക്കന്മാരുടെ ഗ്രൂപ്പാണ് ഈ ചലീസ അല്ലെങ്കിൽ ചഹൽഗാനി എന്ന് പറയുന്നത്. ഇത് രൂപീകരിച്ചതാണ് ഇൽത്തുമിഷ് ആയിരുന്നു. പക്ഷെ പിന്നീട് പ്രഭുക്കന്മാർ അധികാരം വർദ്ധിച്ച് സുൽത്താന്റെ ഭരണത്തെ പോലും ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ലോർഡ്സ് വരികയാണ്. അങ്ങനെ വന്നപ്പോൾ ആ ഗ്രൂപ്പിനെ, ഈ ചഹൽഗാനി അല്ലെങ്കിൽ ചലീസ എന്ന് പറയുന്ന ആ പ്രഭു ഗ്രൂപ്പിനെ അടിച്ചമർത്തുകയാണ് ആര് ചെയ്തത്? ബാൽബൻ ചെയ്തത്. അപ്പൊ ചലീസ അല്ലെങ്കിൽ ചഹൽഗാനി എന്ന് പറയുന്നത് രൂപീകരിച്ചത് 40 പേരടങ്ങുന്ന പ്രഭുക്കന്മാരുടെ 40 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് സുൽത്താനെ സഹായിക്കാൻ വേണ്ടി, ഭരണത്തിൽ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രഭുക്കന്മാരുടെ 40 പേരടങ്ങുന്ന പ്രഭുക്കന്മാരുടെ ഗ്രൂപ്പാണ് ചലീസ അല്ലെങ്കിൽ ചഹൽഗാനി. അത് രൂപീകരിച്ചതാണ് ഇൽത്തുമിഷ് ആണ്. പക്ഷെ അതിനെ സപ്രസ് ചെയ്ത് അതിനെ അടിച്ചമർത്തിയ ആളാണ് ആര്? ബാൽബൻ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ചലീസ അല്ലെങ്കിൽ ചഹൽഗാനി അടിച്ചമർത്തിയത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. രണ്ടാമത്തെ പോയിന്റ്, ഈ കൃഷിയും കർഷകരും അവരുടെ കാര്യത്തിൽ അവരുടെ താല്പര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത ആളാണ് ഈ ഗിയാസുദ്ദീൻ ബാൽബൻ. അത് കാരണം അദ്ദേഹത്തിന് അറിയാം കൃഷിയാണ് നട്ടെല്ല്, കർഷകരാണ് നട്ടെല്ല് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരുപാട് പ്രാധാന്യം നൽകിയ ആളായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗംഗ യമുന നദീതട പ്രദേശങ്ങൾ, ദോവാബ് പ്രദേശം എന്ന് പറയാം, ദോവാബ് റീജിയൻ എന്നാ പറയാം. ആ ഗംഗ യമുന കൃഷി പ്രദേശങ്ങൾ, ആ നദീതട പ്രദേശങ്ങൾ,
അത് കൃഷിക്കാർക്ക് വീതം വെച്ച് നൽകിയ ആളും ആരാണ്? അത് കൃഷിക്കാർക്ക് വീതം വെച്ച് കൊടുത്ത ആളും ആരാണ്? നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബനാണ്. എന്ന് വെച്ചാൽ കാർഷിക വൃത്തിയിൽ കൂടുതൽ പ്രാധാന്യം കിട്ടാനും കൃഷിക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകാനും നാടിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും വേണ്ടി കൃഷിക്കാരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അതിനുവേണ്ടി ഈ ദവാബ് പ്രദേശം എന്ന് വെച്ചാൽ ഗംഗ യമുന നദീതട പ്രദേശങ്ങൾ, കാർഷിക പ്രദേശങ്ങൾ, അത് കൃഷിക്കാർക്ക് വീതം വെച്ച് നൽകുക. അത് കൃഷിക്കാർക്ക് കൃഷിക്ക് വേണ്ടി പകുത്തു നൽകിയ ഒരു ഭരണാധികാരി കൂടിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്ന ആൾ. ക്ലിയർ ആയാലും ഇനി മറ്റൊരു കാര്യമുണ്ട്, കൊട്ടാരത്തിൽ തമാശയും ചിരിയും പാടില്ല. വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യാൻ പാടൂ. മറ്റു തമാശകളോ കളികളൊന്നും പാടില്ല. അർത്ഥത്തിൽ തമാശയും ചിരിയൊക്കെ കൊട്ടാരത്തിൽ നിർത്തലാക്കിയ ഒരു ഭരണാധികാരി കൂടിയാണ് ആയിരുന്നു നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൻ. ഇനി നമുക്ക് കുറച്ചുകൂടി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പാട്ടും നൃത്തവും സംഗീതവും നിർത്തലാക്കിയ ഭരണാധികാരി അങ്ങനെയൊക്കെ കേൾക്കാം. അതുപോലെ തന്നെ കൊട്ടാരത്തിൽ സീരിയസ് ആയിട്ടുള്ള ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യാൻ പാടൂ. അതുകൊണ്ട് തമാശയും ചിരിയൊക്കെ കൊട്ടാരത്തിൽ നിർത്തലാക്കിയ ഭരണാധികാരിയും ആരാണ്? നമ്മൾ പറയുന്ന ഗിയാസുദ്ദീൻ ബാൽബനാണ്. നോർത്ത് നോക്കിയ ക്ലിയർ ആയാലും. അപ്പൊ ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളൊന്ന് ചഹൽഗാനി നിർത്തലാക്കിയ ഭരണാധികാരിയാണ്. പിന്നെ കൃഷിക്കാർക്ക് ദ്വാഭൂമി നൽകിയ വ്യക്തിയാണ്. ദ്വാഭൂമി ഗംഗാ യമുന പ്രദേശം നൽകിയാണ്. തമാശയും ചിരിയും നിർത്തലാക്കിയാണ്. ഒരെണ്ണം കൂടി ഉണ്ട്. ഈ സൈനികർക്ക് ശമ്പളമായി നൽകിയത്, സൈനികർക്ക് ശമ്പളം പണമായി നൽകിയ ആദ്യത്തെ ഭരണാധികാരിയും ആരാണ്? നമ്മൾ പറയുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ. അതിനു മുന്നേ ഇൽത്തുമിഷിന്റെ കാലഘട്ടം, കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തൊക്കെ സൈനികർക്ക് ഭൂമിയാണ് പതിച്ചത്. അവർക്ക് ശമ്പളത്തിന് പകരം ഭൂമി, ഓരോ പ്രദേശങ്ങള് സൈനികർക്ക് ഭൂമി പതിച്ച് നൽകുകയും ചെയ്തത്. അത് മാറ്റി ഇവർക്ക് ശമ്പളമായി നൽകിയ ആദ്യത്തെ സുൽത്താനും ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഓർത്തുക, സൈനികർക്ക് ശമ്പളമായി ആദ്യം നൽകുന്ന വ്യക്തി, ആദ്യം നൽകുന്ന സുൽത്താൻ എന്ന് പറയുന്ന ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബനായിരുന്നു. അതിനു മുന്നേ സൈനികർക്ക് ശമ്പളം എന്താ കൊടുക്കുന്നത്? ഭൂമി പതിച്ചു കൊടുക്കുക ചെയ്യുക. ആ ഭൂമി പതിച്ചു നൽകുന്ന മാറ്റി സൈനികർക്ക് ആദ്യമായി ശമ്പളം നൽകുന്ന ആദ്യത്തെ സുൽത്താനേറ്റ് ഭരണാധികാരി എന്ന് പറയുന്നത് ഗിയാസുദ്ദീൻ ബാൽബനാണെന്ന് പറയും. ഇനി വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ദ്വൈത സിദ്ധാന്താചാര്യൻ എന്ന് പറയുന്നത്, ദ്വൈത സിദ്ധാന്താചാര്യൻ എന്ന് പറയുന്നത് മാധവാചാര്യർ. അദ്ദേഹം നമ്മുടെ ബാൽബന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തി കൂടിയായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും ബാൽബൻ പ്രാധാന്യം നൽകുന്നു. മാധവാചാര്യർ എന്ന് പറഞ്ഞ ആ ദ്വൈത സിദ്ധാന്താചാര്യൻ, അദ്ദേഹം നമ്മുടെ ബാൽബന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് ഈ 4 കാര്യങ്ങൾ നമുക്ക് ബാൽബനായിട്ട് പഠിക്കാനുള്ള, പ്രധാനമായിട്ടും ബാൽബനുമായി ബന്ധപ്പെട്ട് ഈ 4 കാര്യങ്ങൾ പഠിക്കുമ്പോൾ മറക്കണ്ട, 1266 മുതൽ 1287 ഉള്ള കാലഘട്ടമാണ് ഉലൂഗ് ഖാൻ അല്ലെങ്കിൽ ബഹാവുദ്ദീൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. സുൽത്താനെ പീരീഡിലെ നമ്മുടെ അടിമ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയാണ്. അയൺ മാൻ ഓഫ് സുൽത്താനേറ്റ് പീരീഡ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അയൺ ആൻഡ് ബ്ലഡ് പോളിസി, ഇരുമ്പിന്റെയും രക്തത്തിന്റെയും നയം പിന്തുടർന്ന് പോയിരുന്ന ഒരു വ്യക്തിയാണ്. അത്രയും കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെടുക. പിന്നെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ചലീസ അല്ലെങ്കിൽ ചഹൽഗാനി നിർത്തലാക്കിയ വ്യക്തിയാണ്. ദവാബ് പ്രദേശം, ഗംഗാ യമുന നദീതട പ്രദേശം കർഷകർക്ക് പകുത്തു നൽകിയ വ്യക്തിയാണ്. കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിർത്തലാക്കിയ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ സൈനികർക്ക് ഭൂമി പതിച്ചു നൽകുക, ശമ്പളമായി സൈനികർക്ക് ഭൂമി പതിച്ചു നൽകുന്ന നിർത്തലാക്കി അവർക്കിടയിൽ ശമ്പളമായി നൽകുന്ന ആദ്യത്തെ സുൽത്താനേറ്റ് ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയാം. മാധവാചാര്യർ എന്ന് പറഞ്ഞ ദ്വൈത സിദ്ധാന്ത ആചാര്യൻ ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പ്രഗത്ഭനായ വ്യക്തിയാണ് എന്ന കാര്യം കൂടി പഠിക്കും. ഇത്രയേ പഠിക്കുള്ളൂ. ഇനി 1287 ഇദ്ദേഹം മരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്മാരകം നടക്കുന്നത് ഡൽഹിയിലെ മെഹ്റലി. നമ്മൾ മെഹ്റലി ശിലകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, മെഹ്റലി ശിലാസ്ഥാപനമൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. അത് ഡൽഹിയിലെ മെഹ്റലിയിലാണ് ഇദ്ദേഹത്തിന്റെ സ്മാരകം, ഇദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിയിലെ മെഹ്റലിയിലാണ് ഇദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന കാര്യം കൂടി ഓർപ്പിക്കുക. 1287. പിന്നീട് അടിമ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിട്ട് വരുന്നത് കൈക്കുബാദാണ്. മറക്കണ്ട, അടിമ രാജവംശം സ്ഥാപിച്ചത് ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ് അടിമ രാജവംശം സ്ലേവ് ഡൈനാസ്റ്റി സ്ഥാപിച്ചത്. ആ സ്ലേവ് ഡൈനാസ്റ്റിയിലെ അവസാനത്തെ ഭരണാധികാരി നമ്മൾ പറയുന്ന ഈ ബാൽബന് ശേഷം പിന്നീട് വരുന്നത് കൈക്കുബാദാണ്. ആ കൈക്കുബാദാണ് അവസാനത്തെ ഭരണാധികാരി. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് പിന്നെ ജലാലുദ്ദീൻ ഗിൽജി രാജവംശം സ്ഥാപിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ സുൽത്താനേറ്റ് പീരീഡിലെ ആദ്യത്തെ രാജവംശമായ സ്ലേവ് ഡൈനാസ്റ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതില് കുത്തബുദ്ദീൻ ഐബക്ക് ഉണ്ട്, പിന്നെ ആരം ഷാ ഉണ്ട്, ഇൽത്തുമിഷ് ഉണ്ട്, റസിയ സുൽത്താൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഗിയാസുദ്ദീൻ ബാൽബൻ ഉണ്ട്. പിന്നീട് വരുന്നത് കൈക്കുബാദ്, അവസാനത്തെ ഭരണാധികാരി കൈക്കുബാദ്. കുറച്ച് കാലഘട്ടം മാത്രമേ ഭരിക്കുന്നുള്ളൂ. ആ കൈക്കുബാദിനെ പരാജയപ്പെടുത്തി പിന്നീട് ജലാലുദ്ദീൻ ഗിൽജി രാജവംശം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് ഗിൽജി രാജവംശവുമായി ബന്ധപ്പെട്ട് മിഡിൽ ഇന്ത്യ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗിയാസുദ്ദീൻ ബാൽബനുമായി ബന്ധപ്പെട്ട് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 എന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളൊക്കെ നൽകാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് നല്ല ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതുവരെ നിങ്ങൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് പഠിക്കുക. പഠിക്കാൻ പറ്റാവുന്ന സമയങ്ങളൊക്കെ മാക്സിമം ഉപയോഗിക്കുക. ഒരു കാരണവശാലും ടൈം ലാപ്സ് ചെയ്യരുത്, വേസ്റ്റ് ചെയ്യരുത്.
സമയം വളരെ കുറച്ചോളം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ വേണ്ടപ്പെട്ട ആളുകൾ, പഠിക്കുന്ന കുട്ടികൾക്ക്, അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വാട്സാപ്പിൽ നമ്മൾ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.